നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഫൈനലിൽ, ലോകകപ്പിന് ഫൈനലിൽ ഞങ്ങൾക്ക് അർജൻറ്റീനയെ വേണം. അർജൻറ്റീനയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാക്ഷാൽ ലിയണൽ മെസ്സിയുടെ അർജൻറ്റീന. അങ്ങനെയാണ് സ്പാനിഷ് മാധ്യമങ്ങൾ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെ ഫ്രാൻസിനെ തോൽപ്പിക്കുക കൂടി ചെയ്തതോടുകൂടി അവരുടെ ഒച്ചയ്ക്ക് ശബ്ദത്തിന് കുറച്ചും കൂടി ഊർജം കിട്ടിയിരിക്കുന്നു. അവർ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ പറയുന്നത്, അവരുടെ കളി വിദഗ്ധരും കളി വിശകലന വിദഗ്ധരും ഒക്കെ പറയുന്നത് ഞങ്ങൾക്ക് അർജൻറ്റീനയെ കിട്ടണം, അർജൻറ്റീനയാണ് കുറച്ചുകൂടി എളുപ്പം, ഫൈനലിൽ തോൽപ്പിക്കാൻ എളുപ്പം, മെസ്സിയുടെ അർജൻറ്റീനയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടണം എന്നൊക്കെയാണ്. അതായത് മാർച്ചിൽ നടക്കേണ്ടിയിരുന്ന ഫൈനലിസിമ നടന്നില്ല. അപ്പോൾ ഫൈനലിസിമ നടന്നിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ അർജൻറ്റീനയെ കാണിച്ചു കൊടുത്തേനെ. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ ജൂലൈ 19 ന്യൂജേഴ്സിയിൽ നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ അർജൻറ്റീനയെ നേരിടാം, അർജൻറ്റീനയെ ഞങ്ങൾ ആരാണെന്ന് കാണിക്കാം എന്നൊക്കെയുള്ള നിലയിലാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്. അതൊക്കെ എന്തൊക്കെ ആവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എന്തായാലും സ്പാനിഷ് മാധ്യമങ്ങൾ ഈ ഒരു ടോണാണ്. അതായത് അർജൻറ്റീന മതി ഞങ്ങൾക്ക്. ഇംഗ്ലണ്ടിനെ ഞങ്ങൾ യൂറോ കപ്പിൻ്റെ ഫൈനലിലൊക്കെ നേരിട്ടാണ് അവർ തോൽപ്പിച്ചതാണ്. യൂറോ ചാമ്പ്യന്മാരായതാണ് ഞങ്ങൾ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഇനി ഇംഗ്ലണ്ടൊന്നും വേണ്ട, ഞങ്ങൾക്ക് അർജൻറ്റീന മതി, മെസ്സിയുടെ അർജൻറ്റീന മതി എന്നാണ് സ്പെയിനിലെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ എരിവിരി കൊണ്ടിരിക്കുന്നത്. അതെന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും മെസ്സിയുടെ അർജൻറ്റീനയെ തന്നെ സ്പെയിനിന് കിട്ടുമോ, സ്പെയിൻ അർജൻറ്റീനയെ വീഴ്ത്തുമോ, അതോ തിരിച്ച് മെസ്സിയുടെ അർജൻറ്റീന സ്പെയിനിനെ വീഴ്ത്തി വീണ്ടും ചാമ്പ്യന്മാരാകുമോ, മെസ്സി തന്നെ ഫൈനലിൽ കളിക്കുമോ, ഫൈനലിലെത്തുമോ, അർജൻറ്റീന തന്നെ ഫൈനലിലെത്തുമോ, ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും അർജൻറ്റീന വേണം എന്നാണ് ഇപ്പോൾ സ്പെയിനിലെ മാധ്യമങ്ങളുടെ ഒരു ആവശ്യം ഫൈനലിൽ.